ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കാനുള്ള പുട്ടുപൊടി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുട്ടുപൊടിയാണ്. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഉണ്ടാക്കിയ പുട്ടുപൊടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെ പുട്ടുപൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടുവരാതിരിക്കും. അതുപോലെ തന്നെ നല്ല മയമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ കുറച്ചധികം അളവിലാണ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് അളവിലെടുത്തിട്ട് ഉണ്ടാക്കുക. ഇതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോ എടുത്തിട്ട് പുട്ടുപൊടി ഉണ്ടാക്കിയിട്ട് ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം വേണ്ടത് മട്ട പുഴുക്കല്ലരിയാണ്. ഒരു 4 കിലോ മട്ട പുഴുക്കല്ലരി എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ റൈസ്, നമ്മൾ ചോറിനൊക്കെ എടുക്കുന്ന അതേ മട്ട പുഴുക്കല്ലരി തന്നെ. പിന്നെ വേണ്ടത് പുഴുക്കല്ലരിയാണ്. വെളുത്ത കളറിലുള്ള പൊന്നി പുഴുക്കല്ലരി കേട്ടോ. പൊന്നി റൈസില്ലേ, അതിൻ്റെ പുഴുക്കല്ലരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ റേഷൻ കിട്ടിയ പുഴുക്കല്ലരിയാണ്. നിങ്ങൾക്ക് സാധാരണ പൊന്നിയുടെ പുഴുക്കല്ലരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പം ഇനി ഇവിടെ റേഷൻ കിട്ടിയ പൊന്നി പുഴുക്കല്ലരി ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതൊരു 6 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 4 കിലോ മട്ട അരിക്ക് 6 കപ്പ് പൊന്നി പുഴുക്കല്ലരി. അപ്പോൾ ഞാനെടുത്ത മട്ട പുഴുക്കല്ലരി ഇതാണ്, അതുപോലെ തന്നെ പൊന്നി പുഴുക്കല്ലരി ഇതാണ്. ഇനി ഇതിലേക്ക് സാധാരണ പച്ചരിയാണ് എടുക്കുന്നത്, അതായത് റോ റൈസ്. മറ്റേത് രണ്ടും നമ്മൾ പുഴുക്കല്ലരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പച്ചരിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്തത്. ഇതും 6 കപ്പ് തന്നെ വേണം. അപ്പം ഞാനിപ്പോൾ എടുത്തത് റേഷൻ പച്ചരിയാണ്. അപ്പോൾ റേഷൻ പച്ചരി ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് എടുത്തത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചരി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും കൂടി അളവ് പറയാം. 4 കിലോ മട്ട പുഴുക്കല്ലരിക്ക് 6 കപ്പ് പൊന്നി പുഴുക്കല്ലരിയും പിന്നെ 6 കപ്പ് സാധാരണ പച്ചരി കേട്ടോ. ഇതിപ്പോൾ പാത്രം ചെറുതാണ്, അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് നന്നായിട്ട് അരി കഴുകിയെടുത്തതിന് ശേഷം ഇനി ഞാൻ ആവശ്യത്തിന് നിറച്ചും വെള്ളം ഒഴിച്ചു കേട്ടോ. ഇനി ഇത് കുതിരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കുതിരട്ടെ കേട്ടോ. കുതിർന്നിട്ട് ഈ വെള്ളം ഊറ്റി കളയണം. ഇപ്പോൾ ഇതാ ഒരു 1.5 മണിക്കൂർ ഞാൻ കുതിരാൻ വേണ്ടി വെച്ചു. 1.5 മണിക്കൂർ, ഇത് അധികം വെക്കരുത് കേട്ടോ, കുറേ നേരമൊന്നും വെക്കരുത്. 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ ആയാലും മതി, അതിൽ കൂടുതൽ വെക്കേണ്ട കേട്ടോ. ഈ വെള്ളം ഇനി ഒരു ഊറ്റിക്കളയുക കേട്ടോ. ഇത് ഊറ്റിക്കളഞ്ഞതിൻ്റെ ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു അരിപ്പയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഇങ്ങനെ വലിയൊരു അരിപ്പയിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് പോകണം. അപ്പോൾ കുറച്ച് നേരം ആ വെള്ളം ഒന്ന് വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് തുണിയിലിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കൂടുതലുള്ള വെള്ളം ഒന്ന് പോയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് അതിലൊന്ന് പരത്തിയിടുക. കുറച്ച് നേരം ഒന്ന് പരത്തിയിട്ടാൽ മതി. ആ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി, അല്ലാതെ ഉണങ്ങൊന്നും വേണ്ട. അപ്പോൾ എളുപ്പത്തിന് വെയിലത്ത് ഒന്നിട്ടിട്ട് വെള്ളം ഒന്ന് വലിയിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോട്ടൺ തുണി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ മീതെ വിരിച്ചിട്ട് ഫാനിൻ്റെ കാറ്റിൽ ഒന്ന് ഉണക്കിയെടുത്താലും മതി. ആ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടണം, അത്രേ വേണ്ടൂ. അപ്പോൾ അത് വെള്ളം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ അധികം സമയമൊന്നും എടുക്കില്ല. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ കേട്ടോ. അത്ര ഇട്ടാൽ മതി, അതിൽ കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, വെള്ളം വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇത്രയും വലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ചധികം അളവുള്ള കാരണം ഞാനിത് മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒരു ചെറിയൊരു തരിയോട് കൂടിയിട്ട് പൊടിപ്പിച്ച് തരാൻ പറഞ്ഞാൽ മതി മില്ലിൽ. അപ്പോൾ അവരത് പൊടിപ്പിച്ച് തരും. എന്നിട്ട് അവിടുന്ന് തന്നെ അത് ഇപ്പോഴൊക്കെ നാട്ടിലെ എല്ലാ മില്ലിലും ഇങ്ങനെ വറുത്ത് തരാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ അവർ വറുത്ത് തരും കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ പൊടിച്ച് കൊണ്ടതാണിത്. അവർ വറുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിക്സിയിലാണ് പൊടിക്കണമെന്ന് വെച്ചാൽ മിക്സിയിൽ ഇതുപോലെ പൊടിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു അളവിൽ നിങ്ങൾക്ക് ഇത് ഞാനിങ്ങനെ മിക്സിയിൽ ഉണ്ടാക്കിയിട്ട് കാണിച്ച് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇത് ചെറിയൊരളവിൽ മിക്സിയിൽ പൊടിച്ചിട്ട് വറുത്തെടുത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മൾ മുന്നേക്കെ പുട്ടിന് പൊടിച്ചായിരുന്നില്ലേ, അത്രയും ഒരു തരിയല്ല, അതിനെയൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ തരിയായിട്ട് ഉണ്ടായിരിക്കും. കാരണം ഇതിൽ കുറച്ച് വെള്ളം കൂടുതൽ വേണം നമ്മളിത് പുട്ടുണ്ടാക്കുമ്പോൾ. പിന്നെ ഈ ഒരു പുട്ടുപൊടിയുടെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിങ്ങനെ വറുത്തതിൻ്റെ ശേഷം കണ്ടില്ലേ, ഇങ്ങനെ തരിയായിട്ട് മണൽത്തരി പോലെ അത്രയും ഇങ്ങനെ ഉതിർന്നിട്ടാണ്, ഇങ്ങനെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ കണ്ടില്ലേ.
അപ്പോൾ നമ്മൾ പുഴുക്കല്ലരിയും പച്ചരിയൊക്കെ ചേർത്ത കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ അതിന്. അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാക്കി നോക്കാം പുട്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നോർമൽ വെള്ളം, ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് കൂടാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളം വേണം. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം. വല്ലാതെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് വെക്കാം. ഈ ഒരു പുട്ടുപൊടിയുടെ പ്രത്യേകത എന്താണെങ്കിൽ ഇതൊരിക്കലും കട്ട പിടിക്കില്ല. മറ്റേതൊക്കെ മുന്നേക്ക് നമ്മൾ ഉണക്കല്ലരിയുടെ പുട്ടുപൊടി ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ കട്ട പിടിക്കില്ലേ, ഇത് ഇങ്ങനെ കട്ട പിടിക്കില്ല. വെള്ളം കൂട്ടി കുഴച്ചാലും ഇതിങ്ങനെ ഉതിർന്ന് കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഉതിർന്ന് കിടക്കും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം തളിച്ചാൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഈ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ നാളികേരം ഇടുക, ആവശ്യത്തിന് പുട്ടുപൊടി ചേർത്തിട്ട് പുട്ടുണ്ടാക്കുക. നല്ല മയമുള്ള പുട്ടാണ്. ഈ ഒരു രീതിയിൽ, ഈ ഒരു റേഷ്യോയിൽ, ഈ ഒരു ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മയമുള്ള പുട്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ അരി പൊടിക്കുക കാരണം ആണ് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച്. ഇപ്പോൾ നാട്ടിലൊക്കെ മില്ലിലൊക്കെ അത് വറുത്തിട്ടും തരാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പുട്ടുപൊടി ഒരു 5-6 മാസത്തേക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ പുട്ട് പൊടിച്ച് കഴിഞ്ഞാൽ കേട്ടോ. നല്ല സ്വാദുള്ള നല്ല മയമുള്ള പുട്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ വെയിലത്തിട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആ വെള്ളം വലിയിച്ചെടുക്കുമ്പോൾ, തുണിയിൽ പരത്തിയിട്ട് വെള്ളം വലിയിച്ചെടുക്കുമ്പോൾ കുറേ നേരം ഇട്ടിട്ട് ഉണക്കൊന്നും ചെയ്യരുത് കേട്ടോ. ആ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് അതങ്ങോട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റായ ഒരു ഇത് വരും. എന്താ പറയുക, അതിന് എത്രയാണോ പൊടിയേണ്ടത് വെച്ചാൽ ആ രീതിയിൽ തന്നെയാണ് അത് പൊടിയുള്ളൂ. അല്ലാതെ കൂടുതൽ പൊടിഞ്ഞു പോവില്ല. ഇത് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നല്ല മയമുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പുട്ടുപൊടി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം.